നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ തരികളോട് കൂടിയിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ്. ഇത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം 2-3 പ്രാവശ്യം നല്ല പോലെ തന്നെ കഴുകിയെടുക്കണം. ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ നേരത്തേക്കാണ് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ വലിയ തരികളോട് കൂടിയിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്തോളൂ. ഇത് അടച്ചു വെച്ച് നമുക്കൊരു 1.5 മണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പം ഞാനിവിടെ 1.5 മണിക്കൂറാണ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. ഇപ്പം നോക്കൂ, നന്നായിട്ട് തന്നെ ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് കുതിർന്ന് കിട്ടണം. ഒട്ടും തന്നെ വെള്ളപ്പറ്റൊന്നുമില്ല. ഒരുപാട് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ അളവിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 5 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതായതുകൊണ്ടാണ് 5 ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുക്കാം. ഒരുപാട് മഷി പോലെ അരക്കണം എന്നില്ല, ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് നല്ല പോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഉടച്ചെടുത്തിരിക്കുന്നതാണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ അലുത്ത് പോകുന്ന രീതിക്ക് പുഴുങ്ങിയെടുക്കണ്ട. ഈ ഒരു രീതിക്ക് പുഴുങ്ങിയെടുത്താൽ മതി. എങ്കിൽ മാത്രമേ അതിൽ വെള്ളപ്പറ്റ് കുറവായിട്ടുണ്ടാവുള്ളൂ. ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടിപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പുളിപ്പ് കിട്ടാനായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഇതില്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു നല്ല ബൈൻഡിങ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. റവ ഞാൻ നല്ല നേർത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ നുറുക്ക് ഗോതമ്പ് അരച്ചെടുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ബാക്കിയുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. റവ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാനും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും സഹായിക്കും. ഒരുപാട് തടിയുള്ള റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. റവയൊക്കെ ആയതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഒന്ന് കുതിർന്ന് നമ്മളുടെ കൂട്ട് കറക്റ്റ് പാകത്തിനായി കിട്ടും. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. അഥവാ നിങ്ങളുടെ കൂട്ട് ഒരുപാട് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റവ ചേർത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്തിട്ടോ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മളുടെ കൂട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കയ്യിൽ വെള്ളം ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പറ്റിപ്പിടിക്കാതെ നമ്മളുടെ കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ തയ്യാറാക്കി എടുക്കാറില്ലേ, ആ ഒരു രീതിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് കൈയൊന്ന് വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് നമ്മളുടെ കൂട്ടെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടാണ് പുറമേ ഇരിക്കുക. ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. സമയം കഴിയുന്തോറും അതിൻ്റെ ക്രിസ്പിനെസ് കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പും കുറച്ച് പച്ചക്കറികളും ഉപയോഗിച്ച് തയ്യാറാക്കി എടുത്തിരിക്കുന്ന വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇത് ഇരിക്കുക. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വട നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.